ക്രൂശിത രക്ഷക വിമോചക. പ്രതീക്ഷിക്കാനൊന്നുമില്ലേലും നമുക്ക് പ്രത്യാശിക്കാനൊന്നുമില്ലേലും ദൈവത്തിന്റെ കരങ്ങളിലും ദൈവത്തിന്റെ കാരുണ്യത്തിലും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നമ്മുടെ ബുദ്ധിക്കും അപ്പുറം ദൈവത്തെ വിളിക്കാൻ നമ്മൾ പഠിച്ചാലുണ്ടല്ലോ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ, അതായത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നിങ്ങൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 വായിച്ചു നോക്കി. എന്നെ വിളിക്കുക, വചനം പറയാണ്, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. പറയാണ്, നിങ്ങൾ എന്നെ വിളിക്ക്, ഞാൻ മറുപടി തരാമെന്നാ കർത്താവ് പറയുന്നത്. എന്നിട്ട് പറയാണ്, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിന്റെ ബുദ്ധിക്ക് അതീതമായ, ബുദ്ധിക്കപ്പുറം നിൽക്കുന്ന മഹത്വം, ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. കണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് ചെയ്തു തരാൻ പറ്റൂന്ന്. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ അതല്ലേ, അബ്രാഹം പ്രതീക്ഷിക്കാൻ ഒന്നും ഇല്ലാത്തപ്പോഴും കണ്ണും പൂട്ടി വിശ്വസിച്ചു. ആ വിശ്വസിച്ചത് കാണാൻ അബ്രാഹത്തിന് പറ്റി. ആ അബ്രാഹത്തിന്റെ സന്തതികളാണ് നമ്മള്. അബ്രാഹത്തിന്റെ സന്തതികളാണ് നമ്മൾ. പുതിയ നിയമത്തിന്റെ ഇസ്രായേലാണ് നമ്മൾ. മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തന. തരൂ എന്ന് പറഞ്ഞ കർത്താവ് തരും, ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ് ചെയ്യും. തമ്പുരാന് നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അധികാരം കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മൾ അധികാരം കൊടുക്കുന്ന വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യും. അടഞ്ഞുകിടക്കുന്ന പല മേഖലകളിലും നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നത് വരും നാളുകളിൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കർത്താവ് ഇടവരുത്തും. ഇത് ദൈവത്തിന്റെ വചനമാണ്, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിക്ക് നമ്മൾ പരിമിതി കൊടുക്കരുത്. ദൈവത്തിന്റെ ശക്തിക്ക് നമ്മൾ പരിമിതി കൊടുക്കരുത്. ഇന്നിന്ന സ്ഥലത്തും ഇന്നിന്ന ഏരിയയിലും ഇന്നിന്ന സമയത്തോ ഒന്നുമില്ല. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. പറഞ്ഞപ്പോ തന്നെ എന്താ സംഭവിച്ചേ? അമ്മയുടെ ഉദരത്തിൽ രക്ഷകൻ പിറക്കാനുള്ള സാഹചര്യമായി. അത്ഭുതം നടന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം അമ്മയുടെ ഉദരത്തിൽ നടന്നു. വചനം മാംസമായി. അൽത്താരയിൽ നടക്കുന്ന അത്ഭുതമാണ് അമ്മയുടെ ഉദരത്തിൽ സംഭവിച്ചത്. കർത്താവ് കരങ്ങളിൽ എടുത്തിട്ട് ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറയുമ്പോൾ അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെടുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ അൽത്താരയിൽ നടക്കുന്ന അത്ഭുതം നടന്നു. വചനം മാംസമായി. ഒറ്റ കാര്യം അമ്മ ചെയ്തുള്ളൂ. ദൂതൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ എന്ന് വിശ്വാസത്തിൽ പറഞ്ഞു. അത് കണ്ണുകൾ കൊണ്ട് കാണാൻ അമ്മയ്ക്ക് പറ്റി. ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. സ്നേഹസമ്പന്നനായ കർത്താവ്, പിതാവായ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും ഈശോ വഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുമെന്നല്ലേ പറഞ്ഞു. നിനക്കാവശ്യമുള്ളതും നിന്റെ ജീവിതത്തിൽ നീ സ്വപ്നം കാണുന്നതിനും അപ്പുറം കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിവുള്ളവനായ കർത്താവ് ഈ അൽത്താരയിലുണ്ട്. ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തോടെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒത്തിരി മക്കളുണ്ട് കർത്താവേ. ആയിരങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായി ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എത്രയോ മക്കള് ഹൃദയം നുറുങ്ങി, ഹൃദയം നിറഞ്ഞ വേദനയുമായി നിൽക്കുന്നവരുണ്ടാകാം. പലവിധ സങ്കടങ്ങളുടെ നടുവിൽ ജീവിതം തള്ളി നീക്കുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാകാം. പ്രതീക്ഷകൾ അറ്റുപോയ ജീവിതങ്ങളുണ്ടാകാം. സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയ ജീവിതങ്ങളുണ്ടാകാം. അമിത ഭാരത്തിലും ഭയത്തിലൊക്കെ കഴിയുന്നവരുണ്ടാകാം. രോഗം മൂലം വേദനിക്കുന്നവരും വിഷമിക്കുന്നവരുണ്ടാകാം. കർത്താവേ, കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള അമിത ഭാരം മനസ്സിലുള്ളവരുണ്ടാകാം.
വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞു പോയതിൻ്റെ ആ ഒരു വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടാകാം. സാമ്പത്തിക മേഖലകളിലൊക്കെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, ഇതാ നുറുങ്ങിയ ഹൃദയത്തോടെ, ഈശോയെ ഉരുകിയ മനസ്സോടെയായി മക്കൾ നിന്നെ വിളിക്കുക. നിന്നിൽ ഇതാ ഞങ്ങളുടെ ആശ്രയത്വമേറ്റു പറയുന്നു. ഇതാ നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസമെന്ന് ഹൃദയം കൊണ്ട് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങൾ ഞങ്ങളിലേക്ക് തന്നെ നോക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തിലല്ല ഞാൻ ഇന്ന് കടന്നു പോകുന്നത്, എൻ്റെ കുടുംബം കടന്നു പോകുന്നത്. സ്വസ്ഥതയുള്ളൊരു അന്തരീക്ഷത്തിലല്ല ആയിരിക്കുന്നത്. നാളെയിൽ എന്ത് സംഭവിക്കുമെന്ന് വലിയ ആശങ്കകൾ മനസ്സിലിങ്ങനെ കാർമേഘം ഇരുണ്ടുകൂടുന്നത് പോലെ ചില സമയത്ത് വരുന്നുണ്ട്. തമ്പുരാൻ അപ്പോഴൊക്കെ കൈപിടിച്ചതും നടത്തിയതൊക്കെ നിന്നിലുള്ള പ്രത്യാശയാണല്ലോ. അതൊന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ, എപ്പോഴും ഒന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇതാ ഉരുകിയ മനസ്സോടെ നീ കർത്താവിനെ വിളിച്ച്, നുറുങ്ങിയ ഹൃദയത്തോടെ നിന്റെ വേദനകൾ ഈശോയോട് പറഞ്ഞ്, നിന്റെ നൊമ്പരങ്ങളെല്ലാം തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെക്കുക. നിന്റെ വേദകൾ, നിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ എല്ലാം ഇറക്കി വെക്കുക. ഈശോ നിനക്ക് ആശ്വാസം തരട്ടെ. ഈശോ നിനക്ക് നീ ആഗ്രഹിക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന സമാധാനം തരട്ടെ. ഈശോ നിനക്ക് കോട്ടയായി തീരട്ടെ. ഈശോ നിന്റെ കവചയായി തീരട്ടെ. ഈശോ നിനക്ക് സംരക്ഷണം നൽകുന്ന വലിയ കോട്ട ഇപ്പോൾ നിനക്ക് വേണ്ടി തീർക്കട്ടെ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. ഹൃദയഭാരം എല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിൽ നിന്റെ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം തമ്പുരാന് കൊടുത്ത് പ്രാർത്ഥിക്കുക. മക്കളെ, ലോകത്തിന് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ കർത്താവ് തരുന്ന സമാധാനം ഉണ്ടല്ലോ, ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, സമാധാനം. ഇത് ലോകത്തിന് തരാനും പറ്റില്ല. ലോകത്തിന് തരാൻ പറ്റാത്തത് കൊണ്ട് ലോകത്തിൻ്റെ ഒന്നിനും ഇതെടുത്തു കളയാനും പറ്റില്ല എന്ന് ഈശോ പറഞ്ഞു. നിലനിൽക്കുന്ന സമാധാനം ദൈവത്തിന് തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദൈവം തന്നതൊന്നും ലോകത്തിന് എടുത്തു കളയാൻ പറ്റില്ല. ആ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.